അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ വേവ് നിയോ എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിംഗ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു Q&Aയുടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ പലരും പറഞ്ഞിരുന്നു, ചേട്ടാ അൺബോക്സിംഗ് എവിടെ, അൺബോക്സിംഗ് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെന്ന്. നമ്മളൊരു 3 അൺബോക്സിംഗ് എടുത്തു. ഞാൻ എന്ത് ചെയ്തു, ഇവർ കോപ്പി ചെയ്ത് വെച്ചു എന്ന് കരുതി ആ 3 അൺബോക്സിങ്ങിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അൺബോക്സിങ് മിസ്സിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അൺബോക്സിങ്ങുമായിട്ട് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോയിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, എല്ലാ പ്രോഡക്റ്റും പോലെ പെട്ടി നോക്കിക്കഴിഞ്ഞാൽ പെട്ടിയുടെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോയുണ്ട്. ലുക്ക്, ബോട്ടിൻ്റെ ഫോട്ടോയുണ്ട്. അപ്പോൾ അകത്തുള്ള സാധനം എങ്ങനെയാണ് പുറത്തുനിന്ന് ഒരു ഫോട്ടോയിലൂടെ നോക്കുമ്പോൾ എങ്ങനെ നമുക്ക് കാണാൻ പറ്റുമെന്ന് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കുറച്ച് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 4.29 സെൻറ്റിമീറ്ററിൻ്റെ, അതായത് 1.69 ഇഞ്ചിൻ്റെ HD ഡിസ്പ്ലേ. അതുപോലെ തന്നെ സ്ട്രെസ് മോണിറ്ററിങ്. അപ്പോൾ സ്ട്രെസ്സൊക്കെ കൂടി പണ്ടാരടങ്ങിയിരിക്കുന്നവർക്ക് മോണിറ്റർ ചെയ്യാനൊക്കെ പറ്റും. ഇതിന് പുറകിലായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഹാർട്ട് റേറ്റ് മോണിറ്ററും SpO2 മോണിറ്ററും, അതുപോലെ തന്നെ സെഡൻറ്ററി അലേർട്സ്, ക്ലൗഡ് ആൻഡ് കസ്റ്റം വാച്ച് ഫേസസ്, മൾട്ടിപ്പിൾ സ്പോർട്സ് മോഡ്സ്, കോള്, ടെക്സ്റ്റ്, സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻ, അതായത് നമ്മുടെ കോളിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, ടെക്സ്റ്റ് മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, വാട്സപ്പ് ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കാണിക്കും. IP68 ഡസ്റ്റ്, വെറ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ് കേട്ടോ. പിന്നെ ക്യാമറ ആൻഡ് മ്യൂസിക് കൺട്രോൾ, അതായത് ക്യാമറയിൽ നമ്മുടെ ഷട്ടർ ബട്ടണായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പാട്ട് ചേഞ്ച് ചെയ്യാനൊക്കെ ഇതിനകത്ത് സാധിക്കും. പിന്നെ സ്ലീപ്പ് മോണിറ്ററിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ മനുഷ്യർക്ക് ഓരോ തരമാണല്ലോ. എനിക്കാണെങ്കിൽ 5 hours ഉറങ്ങിയാൽ മതി. അത് 5 മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ ഞാൻ ഒരുവിധം ഓക്കെയാണ്. ഈ 5 മണിക്കൂറിൽ നിന്ന്, അതായത് 4 മണിക്കൂർ 40 മിനിറ്റ് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യത്തിൽ ഞാൻ പിന്നെ ബോധമില്ലാതെ നടക്കും. അതായത് 5 കറക്റ്റ് മണിക്കൂർ ഉറങ്ങണം. അപ്പോൾ അതേപോലെയുള്ള നിങ്ങളുടെ ഉറക്കങ്ങളെ നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പ് എത്ര മണിക്കൂറാണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഉൾക്കടിക്കാൻ പോവുകയാണ്. ഞാൻ ഈ പെട്ടി തുറന്നു നോക്കാൻ പോവുകയാണ്. നമ്മുടെ കയ്യിലൊന്നും വലിയ മലയാള യൂട്യൂബേഴ്സിൻ്റെ പോലെയുള്ള കത്തിയോ ഫാഷനുള്ള കത്തിയൊന്നും ഇല്ലേ. നമ്മുടെ കയ്യിൽ നഖമൊക്കെ ഉള്ളൂ. അപ്പോൾ പൊതുവെ എല്ലാ മലയാളികളും ചെയ്യുന്നത് പോലെ സ്റ്റിക്കർ ഊരി ഞാൻ പാൻറ്റിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഓക്കെ, ഞാൻ പെട്ടി, വാവ്, പെട്ടി ഓപ്പൺ ആക്കിയ സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് വാച്ച് കൊടുത്തിട്ടുണ്ട്. ബോട്ട് വേവ് നിയോ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ജസ്റ്റ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ ഇളക്കി മാറ്റി വീണ്ടും അതിനെ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെച്ചു. ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത്. നമുക്ക് വാച്ചിലേക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു പെട്ടി തുറന്ന് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. മിക്കവാറും കുറച്ച് യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒന്നാമത്തത് ബോട്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1 year മാനുഫാക്ചറിങ് വാറണ്ടി, 1 year വാറണ്ടി കിട്ടുന്നുണ്ട് സുഹൃത്തുക്കളെ, വാറണ്ടി. പിന്നീട് നമുക്ക് ബോട്ടിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഷോക്കേസ് ചെയ്യുന്ന ഒരു പേപ്പർ വർക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ബോട്ടിൻ്റെ ഓരോ സാധനങ്ങളും, അതായത് ബോട്ട് സ്റ്റോണ്, അതുപോലെ തന്നെ നിർവാണ, ഇതേപോലുള്ള എല്ലാത്തിൻ്റെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വരുന്നത് ബോട്ട് വേവ് നിയോയുടെ ഒരു യൂസർ മാനുവലാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, നമ്മൾ പൊതുവേ ഈ വക സാധനങ്ങളൊക്കെ എടുത്ത് കളയാറാണ് പതിവ്, അതുകൊണ്ട് തന്നെ ഞാനത് താഴേക്ക് വെച്ചിരിക്കുന്നു. പിന്നീട് വരുന്നത് നമ്മുടെ ഈ ഒരു വാച്ച് ചാർജ് ചെയ്യാനായിട്ടുള്ള ചാർജിങ് കേബിളാണ്. ജസ്റ്റ് ഒരു USB-A to ഇതിൻ്റെ പുറകിൽ കണക്ട് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ചാർജിങ് കേബിൾ. ഇത്രയാണ് പെട്ടിക്കകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ വാച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് വാച്ചിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊതുവേ പണ്ട് നമുക്ക് ലോലിപോപ്പിൽ ആൽഫലിബി അല്ല, പോപ്പിൻസ് വാങ്ങുന്ന സമയത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പോപ്പിൻസ് കളറായിരുന്നു ഈ കളർ. ആ കളർ ഇതിനകത്തുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്മാർട്ട് വാച്ച് ഒന്ന് ഓണാക്കി നോക്കാം. ഇതാ ബോട്ടിൻ്റെ ലോഗോ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഫസ്റ്റ് ഇനീഷ്യൽ സെറ്റപ്പ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്തൊരു QR കോഡ് കാണിക്കും. ആ ഒരു QR കോഡിനെ നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്യണം. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ബോട്ട് ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ അകത്തും ഈ ഒരു സാധനം വെച്ച് കണക്ട് ചെയ്യണം. നിങ്ങൾ വാച്ച് ഓൺ ആക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ആ ഒരു ബോട്ട് ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഓൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് കുറച്ച് ഇനീഷ്യൽ സെറ്റപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണുമായിട്ട് നിങ്ങൾക്ക് ഈ വാച്ചിനെ കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാച്ചിൻ്റെ അകത്തുള്ള എല്ലാ പരിപാടികളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ ഒരു ഫോൺ വഴിയിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വാച്ച് പെയറായി കിട്ടിയിട്ടുണ്ട്. പെയറായി കിട്ടുന്ന സമയത്ത് നമ്മുടെ ബോട്ട് ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും കാണും. നിങ്ങളുടെ വാച്ച് ഫേസ്, അതായത് ഈ വാച്ചിൻ്റെ ഫ്രണ്ടിലുള്ള പടം മാറ്റണമെങ്കിലോ ഇതിനകത്ത് എന്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമെങ്കിലും ഈ ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരുപാട് ഫീച്ചറുകൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഹാർട്ട് മോണിറ്റർ, നിങ്ങളുടെ സ്ട്രെസ്സ് എല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് വാച്ചിനെ നോക്കാം. വാച്ചിനെ ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ് തീരെയില്ല, വെയിറ്റ് നല്ല കുറവാണ്. അതുപോലെ തന്നെ ഒരു മാറ്റ് സർഫസ് പോലെയാണ് ഇതിൻ്റെ ബോഡി അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയൊരു കർവ് അവർ കൊടുത്തിട്ടുണ്ട്, അത് കൊള്ളാം, നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്ട്രാപ്പിൻ്റെ കളർ കൊള്ളാം, വയലറ്റ് പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷൻ. പൊതുവെ ആരും അങ്ങനെ വയലറ്റ് പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷൻ ഒന്നും ആരും ഉപയോഗിക്കാറില്ല, പക്ഷെ കൊള്ളാം. എന്നിട്ട് നമ്മൾ മേളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരും. സെറ്റിങ്സിലേക്ക് പോകാനായിട്ട് പറ്റും. സെറ്റിങ്സിൽ നമുക്ക് നൈറ്റ് മോഡ്, DND മോഡ്, റേസ് ടു വേക്ക്, ബ്രൈറ്റ്നസ്, സിസ്റ്റം, എബൌട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിച്ചോ ഇരുന്ന്. പിന്നീട് നിങ്ങൾക്ക് ബ്രൈറ്റ്നസ്സിനെ കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടോർച്ച്, ഇന്നത്തെ ടോർച്ച് എന്ന് വെച്ചിട്ട് നിങ്ങൾ അമർത്തുന്ന സമയത്ത് ഇതിനകത്ത് ബൾബ് പൊളിഞ്ഞ് വരെയൊന്നുമില്ല. അതെങ്ങനെയായിരിക്കും ടോർച്ച്, പക്ഷെ അത്യാവശ്യം നിങ്ങൾക്ക് കാണേണ്ട സാധനങ്ങളൊക്കെ കാണാം. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വരുന്ന കോളുകളെ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ റിജക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ്, സോഷ്യൽ മീഡിയ, നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ രമണി ലൈക്ക് യുവർ ഫോട്ടോ സാധനം വരും ഇതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷനായിട്ട്. someone send you a message, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണിക്കും. അതുപോലെ തന്നെ താഴെ നിന്ന് മേളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ മോണിറ്ററിങ് പരിപാടികളും ഇതിൻ്റെ അകത്ത് നമ്മൾ താഴെ നിന്ന് മേളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നൈറ്റ് മോഡ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രീത്തിങ് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പീരീഡ്സ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. മ്യൂസിക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതായത് ഓരോ ട്രാക്കിൽ നിന്ന് ഓരോ ട്രാക്കിലേക്ക് മാറ്റാം, പോസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അലാറം വയ്ക്കാം, വെതർ കാണാനായിട്ട് പറ്റും, സ്റ്റോപ്പ് വാച്ച് വയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ ഷട്ടർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ പഴയ വാച്ച് ഞാൻ ഉപേക്ഷിച്ച് ബോട്ട് വേവ് നിയോയിലേക്ക് മാറാൻ പോവുകയാണ്. ഞാൻ എൻ്റെ കയ്യിലേക്ക് ഒന്ന് കെട്ടാണേ. അപ്പോൾ ഞാൻ ബോട്ട് വേവ് നിയോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വാച്ചിനെ എൻ്റെ കൈകളിലേക്ക് കെട്ടിയിട്ടുണ്ട്. വേറൊരു വാച്ചാണ് ഞാൻ കെട്ടിയിരുന്നത്, അതിന് ഞാൻ ഇതിലേക്ക് കെട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. ഇനി നമ്മുടെ ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ലെഫ്റ്റിലായിട്ട് നമ്മുടെ സ്ട്രെസ് മോണിറ്റർ ഉണ്ട്, റൈറ്റിലായിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴെ നിന്ന് മേളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ജോഗിങ്ങിന് പോകുന്ന സമയത്ത് എക്സസൈസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈമർ ഉണ്ട്, ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഓക്സിജൻ ലെവൽ നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഇതിനകത്ത് കോള് കട്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് വിളിച്ചേടാ. അതായത് എൻ്റെ ഫോണിൽ കോള് വരുന്ന സമയത്ത് വാച്ചിൽ ഇങ്ങനെ കാണിക്കും, അതിൻ്റെ അതൊന്ന് എനിക്ക് കട്ട് ചെയ്ത് വെക്കാനും, അതുപോലെ തന്നെ ആ ഓറഞ്ച് ബട്ടൺ, തൊട്ടടുത്ത ഓറഞ്ച് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ സൈലൻ്റ് ആക്കാനും പറ്റും. അതായത് നിങ്ങൾ ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്ത് ഇത് കിടന്ന് അടിച്ചു കഴിഞ്ഞാലോ, അതാണ് പോയിന്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് വേവ് നിയോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വാച്ചിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള വെയിറ്റും ഇല്ല. നിങ്ങളുടെ കയ്യിൽ ഒരു വാച്ച് കെട്ടിയേക്കുന്നതാണെന്ന് പോലും നിങ്ങൾക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ സ്ക്രീന് എനിക്ക് നല്ലതായി ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയൊരു കർവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ ചോയ്സും കൊള്ളാം. ഈ ഒരു പർപ്പിൾ പ്ലസ് ബ്ലാക്ക് കളർ എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ബോട്ടിൻ്റെ സീരീസിൽ ഒരു പുതിയൊരു കളക്ഷനും കൂടിയാണ് വേവ് നിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്തൊരു ടെക്നോളജി വീഡിയോ, അടുത്തൊരു ആപ്പ് സീരീസ്, അടുത്തൊരു ഗെയിം സീരീസിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ.